കാണുന്നുണ്ടല്ലേ സ്ക്രീൻ? നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഏതായാലും വളരെ സന്തോഷം ഈ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് എന്നെ വെൽക്കം ചെയ്തതിന് എന്നെ വളരെ സന്തോഷത്തോടുകൂടി ഷുഹൈബ് സാർക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഞാൻ ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് സദക്കത്തുള്ള എന്നാണ്. DTC റാങ്കിലാണ്. പന്നൂർ എന്നാണ് ഞങ്ങളുടെ പ്രദേശം. ടീം സക്സസ് AIG അതുപോലെ പിന്നെ UPG അടങ്ങിയിട്ടുള്ള ഒരു ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. കാരണം ഈ ഒരു അവസരം എനിക്ക് ലഭിച്ചതിനും അതുപോലെ ഈ ഒരു അവസരത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതിനും വളരെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ എൻ്റെ എല്ലാ ലീഡേഴ്സ്, എൻ്റെ ആദ്യം അസീസ് സാറ്, അതുപോലെ ആബിസ് സാറ്, അബ്ദുറഹ്മാൻ സാറ്, അതുപോലെ ഉമർ സാറ്, ഏറ്റവും എൻ്റെ ഉപ്പ തന്നെയായ ഉമർ സാറ്, അതുപോലെ നമ്മുടെ അയ്യൂബ് സാറ്, റമീസ് സാറ്, ഷാഹിർ സാറ്, അതുപോലെ ബിജു സാറ്, ബെല്ലി സാറ്, ഇവരുടെ മുകളിലോട്ട് നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ്, നമ്മുടെ മുബീൻ മുഹമ്മദ് സാറും അതുപോലെ എല്ലാവർക്കും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ ഒരു അവസരം എത്തിച്ചതിലും ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ വളർച്ചയിലും വളരെ പങ്കുള്ള ഒരാളുകളാണ്, ഒരു ലീഡേഴ്സ് ആണ് ഇവര്. അവർക്ക് ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ്. അടുത്തായിട്ട് എൻ്റെ ടീം പില്ലേഴ്സ് അഥവാ എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ചെറിയ റാങ്ക് മുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും, കാരണം ഓരോരുത്തരുടെയും വർക്ക് കാരണമാണ് എനിക്ക് ഇത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ അവർക്കും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യാണ്. ഞാൻ ആദ്യം ഒരു പ്രവാസിയായിരുന്നു. ആ പ്രവാസ ലോകത്ത് നിന്ന് ആ ഒരു പ്രവാസം അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം കരിയർ ആയിട്ടാണ് മലേഷ്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തില്, അതായത് ഗൾഫ് കാണാൻ അല്ലെങ്കിൽ വിമാനം കയറാൻ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പോയതായിരുന്നു ഗൾഫിൽ. പക്ഷേ അവിടുന്ന് ഒരു 5 വർഷത്തോളം അവിടെ നിന്ന സമയത്താണ് എന്താണ് ശരിക്കും പ്രവാസി എന്ന് പറയുന്നത് മനസ്സിലായി. മാത്രമല്ല, വരുമാനത്തില് ഞാൻ ഈ ബിസിനസ്സിലേക്കുള്ള വരാനുള്ള കാരണത്തിലേക്ക് വരാം. ഞാൻ ബിസിനസ്സിലേക്ക് വരാൻ 2-3 കാരണങ്ങളുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ റിലയൻസ്, അതുപോലെ അദാനി, അതുപോലെ ആദിത്യ ബിർള, ഇവരൊക്കെ കോടീശ്വരന്മാരാണ്. ഇന്ന് ലോകത്ത് നമ്മൾ കണ്ട കോടീശ്വരന്മാരിൽ പെട്ട ആളുകളാണ് ഇവര് എല്ലാവരും. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു 3 ഉദാഹരണങ്ങളാണ് ഞാൻ എടുത്ത്. ഇവരൊക്കെ ബില്യണർ അല്ലെങ്കിൽ ഇവരൊക്കെ കോടീശ്വരന്മാരാവുന്നത് എങ്ങനെ? ഇവര് കുറെ തൊഴിലാളികളെ വെച്ച് ആ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവരുടെ വർക്കിങ്ങിന്റെ ഫലമായിട്ടാണ് ഇവരൊക്കെ കോടീശ്വരന്മാരാകുന്നത്. പക്ഷെ ഇവരുടെ വർക്കേഴ്സ് ആരും എന്തല്ല, കോടീശ്വരന്മാരല്ല എന്നുള്ളതാണ് നമ്മൾ യാഥാർത്ഥ്യം. ഇവിടെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ചിലപ്പം ചെറിയ രീതിയിലൊക്കെ ഹൈപ്പ് വന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവരുടെ തൊഴിലാളികൾ മൊത്തം. ഇവരുടെ റിലയൻസിന്റെ ഒക്കെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലില്ലേ. അപ്പൊ അവരൊന്നും മുതലാളിമാരല്ല. പക്ഷേ റിലയൻസ്, അദാനി, അതുപോലെ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ഓണേഴ്സ് അവര് കോടീശ്വരന്മാരാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ MD എന്താണ്? നമ്മളെ MD പറയുന്നത് എന്താ? അത് ഞാൻ ഒറ്റക്ക് കോടീശ്വരനാവുകയല്ല, നിന്റെ കൂടെ വന്ന ആളുകളെ കോടീശ്വരന്മാരിലേക്ക് എത്തിച്ചുകൊണ്ടാണ്, അല്ലെ കോടീശ്വരന്മാരാക്കിക്കൊണ്ടാണ് ഞാൻ കോടീശ്വരനാവുന്നത് എന്നാണ് നമ്മുടെ MDയുടെ പ്രത്യേകത. ഇതാണ് സാധാരണ ഒരു ബിസിനസ്മാനും നമ്മുടെ MD മിസ്റ്റർ പ്രവീൺ ചന്ദ്രൻ സാറും തമ്മിലുള്ള വ്യത്യാസം. അത് എനിക്കൊരു വല്ലാത്തൊരു സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ് ഈ ഒരു കോട്ട്. അത് പ്രവീൺ ചന്ദ്രൻ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ, ഇനി എന്നാലോ എന്റെ മെന്റർ ആയിട്ടുള്ള എൻ്റെ ഉപ്പയെ കുറിച്ച് പറയുകയാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം കുറെ ആളുകൾക്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരാൻ ഒരു കാരണക്കാരായിട്ടുണ്ട്. ഇന്നതിന് ശേഷമാണ് അദ്ദേഹം കോടീശ്വരനാവുന്നത്. അദ്ദേഹം ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അദ്ദേഹം മറ്റുള്ളവരെ പണിയെടുപ്പിച്ചുകൊണ്ട്, ഉമർ സാറ് മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് അവർക്ക് ചെറിയ തുച്ഛമായ ശമ്പളവും, ഉമർ സാർക്ക് വലിയ ഉമർ സാർക്ക് മൊത്തം വരുമാനം എന്നല്ല, അവർക്കും കോടീശ്വരനാവാനുള്ള ഒരു അവസരം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടാണ് ഉമർ സാർ കോടീശ്വരനായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ MILSയിൽ തെരഞ്ഞെടുക്കാനുള്ള ഒരു രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അഥവാ എൻ്റെ ഉപ്പ, അതായത് എൻ്റെ റോൾ മോഡൽ, എൻ്റെ മെന്റർ, അല്ലെങ്കിൽ എല്ലാം. അതായത് എനിക്ക് മോട്ടിവേഷൻ ഞാൻ മറ്റൊന്നും പുറത്തെവിടെയും തേടേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള അവസ്ഥ ഇദ്ദേഹം ഉമർ സാർ നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ ഞാനൊന്ന് പരിചയപ്പെടുത്താന്നുള്ള രീതിയിലാണ് ഇപ്പോ CTC റാങ്കിലേക്ക് ബ്രാൻഡ് ന്യൂ CTC ആയിട്ട് എത്തിയിട്ടുണ്ട്. വെറും സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അതായത് ഞാനത് നിങ്ങൾക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ ഇൻകം സ്റ്റൈല്, അല്ലെങ്കിൽ പണ്ടുള്ള അദ്ദേഹത്തിന്റെ വരുമാനം, പണ്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എല്ലാം മൈലേജ് സ്റ്റൈൽ വന്നതിന് ശേഷം മാറി.
അല്പം കൂടി വരുമാനം മാത്രമല്ല ഈ ഒരു മൈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് കിട്ടുന്ന നേട്ടം. അദ്ദേഹത്തിന്റെ രൂപത്തിലും അദ്ദേഹത്തിന്റെ ഉമർ സാറിന്റെ എന്താ പറയാ, നമ്മൾ പണ്ടൊക്കെ ഉമർ സാറെ കാണുന്നതല്ല, ചെറുപ്പം മുതലേ ഉമർ സാറെ കണ്ട ഒരാള് എന്നുള്ള രീതിയിൽ ഉമർ സാറ് പണ്ട് എങ്ങനെയായിരുന്നു, ഇതാ പണ്ടത്തെ ഞാനൊരു ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇതായിരുന്നു അന്നത്തെ ഉമർ സാറ്. നിങ്ങൾ നോക്കണം, ഒരു താടിയും നീട്ടിയ താടിയും കുളിക്കൊന്നും ചെയ്യാതെ ഒരു തൊപ്പിയൊക്കെ വെച്ച് വലിയൊരു എന്താ പറയാ, ഒരു ഒരു പ്രത്യേക ശൈലിയായിരുന്നു അന്ന്. എന്നാലോ ആ സമയത്ത് അതിന് കുറച്ചുകൂടെ മുമ്പുള്ള ഒരു യൗവന കാലഘട്ടത്തിലുള്ള ഒരു ഫോട്ടോ ആണ്. വളരെ, അതായത് കണ്ടാൽ എന്താ പറയാ, ഒരു പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, നമ്മൾ പറയല്ലേ ഒരു വികാരമില്ലാത്ത ഒരു മനുഷ്യൻ, അതുപോലുള്ള ഒരു അവസ്ഥയായിരുന്നു. അതായത് പണം കൊണ്ടും സാമ്പത്തികമായിട്ടും ക്യാരക്ടർ പരമായിട്ടും ഒരു വ്യത്യാസവും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത് മൈ ലൈഫ് സ്റ്റൈലാണ്. അത്രക്ക് വലിയൊരു സംഭവമാണ് മൈ ലൈഫ് സ്റ്റൈൽ. ഇത് നമ്മൾ വെറും കോട്ടും സൂട്ടും നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് നമുക്ക് ഇടാം, അതല്ല. ഉമർ സാർ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറാൻ കാരണം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മാറി, അദ്ദേഹത്തിന്റെ വരുമാനം മാറി, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ മൊത്തമായിട്ട് മാറിക്കഴിഞ്ഞു. ദാ ഇത് രണ്ടും ഉമർ സാറുടെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ ആ. ഇത് രണ്ടും കാണുന്ന ഒരാൾക്ക് ഈ ഒരു മനുഷ്യന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി ഇത് ഈ ഒരു ഇൻഡസ്ട്രിയൽ എവല്യൂഷൻ, അതായത് ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത. ഇത് ഒരു 1940-കളിലൊക്കെ അഗ്രികൾച്ചറും അതുപോലെ നമ്മളെ ജന്മിമാരായിരുന്നു ലോകം ഭരിച്ചിട്ടുള്ളത്. നമ്മളെ ബെല്ലിസാറെ സംസാരത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ 1940 മുതൽ 60 വരെയൊക്കെ ഏകദേശം ഹെവി, അതായത് പിന്നെ നമ്മളെ ഇൻഡസ്ട്രിയിൽ ഇരുമ്പുരുക്ക് വ്യവസായികളായിരുന്നു കൂടുതലായിട്ട് പണം സമ്പാദിച്ചതും ലോകം ഭരിച്ചതും. ഒരു 1980 ആകുമ്പോഴേക്ക് ഏകദേശം ഓയിൽ മേഖല അല്ലെങ്കിൽ പെട്രോളിയം മേഖല, ആ ഒരു മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ ഹൈപ്പ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല വരുമാനം നേടിയ ഒരു ടീം. എന്നാൽ ഒരു 2000 വരെയൊക്കെ ആകുമ്പോൾ ഹാർഡ്വെയർസ് അതുപോലെ ഇലക്ട്രോണിക്സ് ഒക്കെ ആയിരുന്നു അന്ന് കത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അന്ന് കൂടുതൽ വരുമാനം സമ്പാദിച്ച് അന്ന് ലോകം ഭരിച്ച ആളുകൾ. എന്നാൽ 2000-ന് ശേഷം ഇൻഫർമേഷൻ ടെക്നോളജി IT മേഖലയായിരുന്നു ഏറ്റവും സൂപ്പറായിട്ട് വളർന്നിട്ടുണ്ട്. 2020 വരെ. 2020-ന് ശേഷമാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു സംഭവം ഇന്ന് ലോകത്ത് വരികയും പല ആളുകളുടെയും ജോലി സാധ്യതകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളെ ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI, ഇനി വരാൻ പോകുന്നത് AGI, ഇനി ASI, ഇങ്ങനെ പല രീതിയിലും. ഇപ്പൊ AI-യുടെ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ്, ഒരു മോഡലാണ് നമ്മുടെ ChatGPT ഒക്കെ പോലെയുള്ള. ഇന്ന് പല ആളുകളും പോസ്റ്റർ, നമ്മൾ തന്നെ പണ്ടൊക്കെ ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ എത്രയോ സമയം എടുത്തിരുന്ന പോസ്റ്റർ വെറും സെക്കൻഡുകൾ കൊണ്ട് മാത്രം നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ChatGPT ഒക്കെ പോലെയുള്ളത്. അപ്പൊ കുറെ ആളുകളുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലോ ഈ ഒരു റവല്യൂഷൻ, ഈ AI വളരുന്നതോടുകൂടി മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, അതായത് ഇനി പറയുന്നത് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പലരും ഇന്ന് സമൂഹത്തിൽ മിഡിൽ ക്ലാസ് ആണ് ഏറ്റവും കൂടുതൽ. എന്നാലോ ആ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ആ മിഡിൽ ക്ലാസ് എന്നൊരു സ്റ്റേജ് ഇല്ലാതാവുന്നതാണ് പറയപ്പെടുന്നത്. അതായത് AI-യുടെ വരവോടുകൂടി. കാരണം ജോലി സാധ്യതകളൊക്കെ നഷ്ടപ്പെടുക. ഇന്ന് ഇതുവരെ AI-യുടെ വരവോടുകൂടെ ഏകദേശം പറയുന്നത് 300 മില്യൺ ജോലിക്ക് എന്തിട്ടുണ്ട് AI-ന്റെ വരവ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള. പല മേഖലകളിലും, ഹോസ്പിറ്റൽ മേഖലകളിലും റോബോട്ടിക് എല്ലാ മേഖലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, AI-യുടെ വരവ് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ ഇത് നഷ്ടമാകുന്ന പല മേഖലകളും ഉണ്ട്. അതായത് നമ്മളെ ഈ കോൾ സെന്ററുകള്, അതുപോലെ പല എന്താ പറയാ ജൂനിയർ കേഡർ, അതുപോലെ കണ്ടന്റ് റൈറ്റർ, ബാങ്ക് ക്ലർക്ക്. ഇനി പറയുന്നത് എന്താ, ബാങ്കിലൊക്കെ 2-3 സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് 5-10 സ്റ്റാഫുകൾ ഉണ്ടാവുന്ന അവസ്ഥയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തില് 2-3 സ്റ്റാഫുകളിലേക്ക് മാത്രമായിട്ട് ബാങ്ക് മേഖലകളൊക്കെ മാറുകയാണ്. ഒരു പെട്രോൾ പമ്പിൽ ഒരു തൊഴിലാളിനെ വെച്ച് കഴിഞ്ഞാൽ ആ തൊഴിലാളിക്ക് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വേണ്ടി വരും. ഇടയ്ക്ക് ടോയ്ലറ്റ് പോകാന്, ഭക്ഷണം കഴിക്കാൻ, ഇങ്ങനെ പറഞ്ഞിട്ട് പല സമയം എന്ത് വേണം, ഒരു മനുഷ്യനാണെങ്കിൽ ജോലിക്ക് വെച്ചെന്നുണ്ടെങ്കിൽ വേണം. അതേ സ്ഥാനത്ത് ഒരു റോബോട്ടിനെ വെച്ചാലോ, അദ്ദേഹത്തിന് ടോയ്ലറ്റ് പോകണ്ട, ഈ റോബോട്ടിന് വേറെ ലീവ് ഒന്നും വേണ്ട. ഇങ്ങനെ ഗുണങ്ങൾ ഈ മുതലാളിമാർക്ക് ഗുണം കൂടുക ചെയ്യാം. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരെ ഒഴിവാക്കിയിട്ട് റോബോട്ടിക് സംവിധാനത്തിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകള്
വളർന്നു വരുന്ന ഒരു മേഖലയാണ് ഞാൻ ഈ പറഞ്ഞ ക്ലർക്ക്, അതുപോലെ ഈ പെട്രോൾ പമ്പ് ഇങ്ങനത്തെ ജോലികള്, അതുപോലെ കോൾ സെന്ററുകളിൽ വർക്ക് ചെയ്യുന്ന ലേഡീസ്. ഏകദേശം പറയുന്നത് 70% ലേഡീസിനെയാണ് എയുടെ വരവ് ബാധിക്കുക എന്നുള്ള ജോലിയെ. ഇനി ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല, ഇത് കഴിഞ്ഞ 21 ഏപ്രിലില് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പല ആളുകളും കണ്ടിട്ടുണ്ടാവും. മധ്യവർഗം പ്രതിസന്ധിയിൽ, തൊഴിൽ കുറയുന്നു, ജീവിത ചെലവും കടബാധ്യതയും കൂടുന്നു. ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറയല്ല. ഇത് ഈ അടുത്ത്, അതായത് 21 ഏപ്രിൽ 2026 വന്നൊരു ന്യൂസ് ആണിത്. ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വിദ്യാഭ്യാസവും തൊഴിലില്ലായ്മയും, ഇനി ബിരുദധാരികളായിട്ടുള്ള ആളുകൾ, പല റാങ്ക് അല്ലെങ്കിൽ എന്താ പറയാ, ബിരുദം നേടിയ ആളുകളും ഇന്നെന്താണ് പൊറോട്ട പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം ജോലിയില്ല ഒരു മേഖലയിലും. വരുന്നതോടുകൂടി ഇതിൽ ലാസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, 2031 IT മേഖലയിലെ തൊഴിലവസരങ്ങൾ 80 ലക്ഷത്തിൽ നിന്ന് 60 ലക്ഷമായും, കസ്റ്റമർ എക്സ്പീരിയൻസ് മേഖലയിൽ 25 ലക്ഷത്തിൽ നിന്ന്, പിന്നെ ഇതിൽ കാണുന്നില്ല, ഏതായാലും എത്ര ലക്ഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുമെന്ന് നീതി ആയോഗ് കണക്കാക്കുന്നു. ഇത് ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ എവിടുന്നോ ഉണ്ടാക്കിയ ഒരു കണക്കല്ല. ഇവര് കറക്റ്റ് ആയിട്ട് കണക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവര് സംസാരിക്കുന്നത്. ഇനി ഇതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഒന്നും എടുത്തറിയാൻ പറ്റൂല. അതുപോലെ പല മേഖലയിൽ നിന്ന് ഇപ്പൊ FMCG പ്രോഡക്റ്റുകൾ 11% നിന്ന് 3% കുറഞ്ഞു. വളർച്ച ഇടിവാണ്. പണ്ടൊക്കെ നല്ല രീതിയിൽ വരുമാനം കിട്ടിയ ആളുകൾ ഇപ്പോ ഈ ഒരു ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കാർ വിൽപ്പനയൊക്കെ വൻ തോതിൽ ഇടിഞ്ഞു. ഇങ്ങനെ കാരണം സാമ്പത്തികമായിട്ട് വളരെ എല്ലാവരും പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പല മേഖലകളിലും ആത്മഹത്യകളും പല അവസ്ഥകളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ എങ്ങോട്ട് പോകും? ഇതിൽ പല ആളുകളും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 90% ആളുകളും ഈ ഒരു സൂം മീറ്റിംഗ് പങ്കെടുത്ത ആളുകളൊക്കെ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കാം, അല്ലെ? ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ എങ്ങോട്ടാ പോവുക? ഒന്നുകിൽ അവര് ലോ ക്ലാസ്, അല്ലെങ്കിൽ എന്താ പറയാ, പറ്റ ദാരിദ്ര്യരേഖക്ക് താഴെ എന്ന് പറയില്ല, ആ അവസ്ഥയിലേക്ക് പോകണം. അല്ലെങ്കിലോ അപ്പർ ക്ലാസ്സിലേക്ക് വരണം, അതായത് കോടീശ്വരൻ അല്ലെങ്കിൽ ലക്ഷപ്രഭുവായിട്ട് മാറണം. ഇത് രണ്ടും അല്ലാതെ മിഡിൽ ക്ലാസ് എന്നൊരു സംഭവം ഇല്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ രണ്ടവസ്ഥയിലേക്ക്, അപ്പൊ ഇവിടെ നമുക്ക് പാത്ത് ടു സക്സസ് അഥവാ അപ്പർ ക്ലാസ്സിലേക്ക് പോകാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. എന്നാലോ ലോവർ ക്ലാസ്സിലേക്ക് പോകാൻ ഇപ്പൊ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ അപ്പർ ക്ലാസ്സിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ജോബ് ഒരിക്കലും എന്തല്ല, ആ ഒരു വിജയിക്കാനുള്ള ഒരു മാർഗമല്ല എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓൾറെഡി തെളിയിച്ചു. കാരണം ജോലി സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മാത്രമല്ല, ജോലി ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരു മാർഗമേ അല്ല. കാരണം ജോലി ചെയ്ത ഒരാളും ഇന്ന് ലോകത്ത് എവിടെയും വിജയിച്ചിട്ടില്ല. എന്നാലോ ജീവിച്ചങ്ങോട്ട് പോകുന്നല്ലാതെ ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പണവും ആരോഗ്യവും സമയവും ഒരു തടസ്സമാവരുത്. കാരണം ഇന്ന് പല ആളുകളും ഭയങ്കര ലക്ഷറി ലൈഫാണ്, പക്ഷെ അവർക്ക് തീരെ സമയമില്ല, അല്ലെങ്കിൽ അവർക്ക് തീരെ ആരോഗ്യമില്ല. ഒക്കെ ശരിയാ, പക്ഷെ ഇത് മൂന്നും ഒരുമിച്ച് അനുഭവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ഇന്ന് ഭൂലോകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അവിടെ ഇന്ന് നമുക്ക് ജോലി ഒരിക്കലും ഒരു ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു മാർഗം അല്ലെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ അവിടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയ ഒരു മാർഗമാണ് ബിസിനസ്. അവിടെ ബിസിനസ് രണ്ട് തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ട്. ഒന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകൾ, അല്ലെ? മറ്റൊരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഒരു ബിസിനസ്. ഈ രണ്ട് ബിസിനസ്സുകളാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ബിസിനസ്സുകൾ. ഇനി ട്രഡീഷണലിൽ തന്നെ പല രീതിയിലുള്ള ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് ആണ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു കണ്ണായ സ്ഥലം വേണം ആദ്യമായിട്ട്, അല്ലെ? ഇനി മാത്രമല്ല, നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താൽ അവിടെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല. എന്നാലും നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുത്താലുള്ള പ്രശ്നം എന്താ? നമ്മൾ ഇൻ കേസ് ഇല്ലാതാകുക, അല്ലെങ്കിൽ നമുക്ക് ആ ഷോപ്പിൽ ഒരു ദിവസം പോകേണ്ട ഒരു അവസ്ഥ, പോവാതിരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമുക്ക് അവിടെ വരുമാനം ലഭിക്കില്ല. അപ്പൊ അവിടെ നമ്മൾ തൊഴിലാളികൾ വെക്കണം. അപ്പൊ ഒരു 10-15 തൊഴിലാളികളെ വെക്കണമെങ്കിൽ അവർക്ക് നല്ല കോസ്റ്റ് ഉണ്ട്. അവർക്ക് പിന്നെ ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് വേണ്ട ശമ്പളം കൊടുക്കണം, അവർക്കുള്ള എല്ലാം അവരെ നല്ല രീതിയിൽ പരിപാലിക്കണം. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്, ക്യാപിറ്റൽ. അതായത് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ മുടക്കുന്ന ഒരു സിറ്റുവേഷൻ വേണം, അല്ലെ? ഇന്ന് നല്ലൊരു വൃത്തിയുള്ള ഒരു നല്ലൊരു AC ഒക്കെ ഉള്ള നല്ലൊരു ഷോപ്പ് കണ്ട ആരും ഒരു ട്രഡീഷണൽ മേഖലയിൽ നല്ലൊരു വൃത്തിയുള്ള ഷോപ്പ് അല്ലെങ്കിൽ ആരും അങ്ങോട്ട് കയറൂല. ഏതെങ്കിലും തട്ടുകടകളിലൊക്കെ പോകുന്നല്ലാതെ, അല്ലാതെയുള്ള ഒരു ഡ്രസ്സിന്റെ ഷോപ്പാണെങ്കിൽ നല്ലൊരു കോലുള്ള, അതായത് നമ്മളെ ഭാഷ പറഞ്ഞ ഒരു മെനുള്ള ഒരു ഷോപ്പിലേക്ക് എന്ത് ചെയ്യുള്ളൂ ആളുകൾ പോകുള്ളൂ. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം.
അതിന് എന്ത് ചെയ്യണം, നല്ല ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലക്ഷങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മുടക്കണം എന്നുള്ളതാണ് ഇതിലെ ട്രഡീഷണൽ ബിസിനസിന്റെ പ്രശ്നം. അവിടെ ഇത് മുടക്കാനില്ലാത്ത ആളുകളാണ് ഇന്ന് മിഡിൽ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം ആളുകളും. അവര് മുടക്കും, അവർ ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ട് മുടക്കും, എന്നിട്ട് കട ബിസിനസ് പൂട്ടിപ്പോയാൽ ആ ലക്ഷങ്ങൾ കടായി അവസാനം കടത്തിൽ മുങ്ങി മുങ്ങി അവസാനം ആത്മഹത്യയിലേക്കാണ് പോകുന്നത്. എന്നാലോ ഏറ്റവും ലോ ക്ലാസ്സിലുള്ള ആളുകളോ അവരൊരു ബിസിനസ്സിനും തുനിയുന്ന പോലെ ഇല്ല, അവരങ്ങനെ ഒരു സംഭവം ചെയ്യുന്നില്ല. എന്നാലോ അപ്പർ ക്ലാസ്സിലുള്ള ആളുകളോ അവർക്ക് ലക്ഷങ്ങൾ പോയാലും കുഴപ്പമില്ല, കാരണം അവർക്ക് വീണ്ടും വീണ്ടും വരുമാനം ഉണ്ടാവും. അപ്പൊ ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളാണ് ഇവിടെ ഒക്കെ പെടുന്നത്. ഇനി ഡയറക്ട് സെല്ലിങ്ങോ, ഡയറക്ട് സെല്ലിങ് ഇന്ന് ഏകദേശം എന്താ പറയാ 2015 ശേഷം ഇന്ന് കേരളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡയറക്ട് സെല്ലിങ്, അല്ലെ? ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പൊട്ടൻഷ്യൽ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് 167 ബില്യൺ ആയിരുന്നു 2023. അതിന്റെ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ സെയിൽസ് എന്ന് പറയുന്നത് ടേൺ ഓവർ 2026 257 ബില്യണിലേക്ക് അത് മാറി എന്നുള്ള. ഇനി 2035 ഏകദേശം പ്രഡിക്റ്റ് ചെയ്യുന്നത് ഏകദേശം 483 ബില്യണോളം ഈ ഒരു സംഭവം, ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ പൊട്ടൻഷ്യൽ, മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, വളർന്നു വരും എന്നുള്ളതാ. ഇത് ഗ്ലോബൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാർക്കറ്റ് സൈസ് ആണ് ഇത്. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്ട് സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞു, ലക്ഷങ്ങൾ മുടക്കണം അല്ലെ? ട്രഡീഷണലിലെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ആയിരങ്ങൾ വരുമാനം വാങ്ങുന്ന അവസ്ഥ. എന്നാലോ ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആയിരങ്ങൾ മുടക്കിയിട്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന അവസ്ഥയാണ്. ഉദാഹരണത്തിന് ഉമർ സാറെ സംബന്ധിച്ചിടത്തോളം ഉമർ സാർ ആയിരങ്ങളാണ് ഈ ബിസിനസ്സിലേക്ക് മുടക്കിയിട്ടുള്ളത്, പക്ഷെ ഇപ്പൊ വാങ്ങുന്നത് ലക്ഷങ്ങളാണ്. അപ്പോൾ ഡയറക്ട് സെല്ലിങ്ങും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അതുപോലെ കസ്റ്റമർ ഈസ് എ കിങ്, അതായത് സാധാരണ ബിസിനസ് പോലെയല്ല, ഇവിടെ ഇടനിലക്കാരില്ലാത്തതുകൊണ്ട് നമ്മളാണ് ഇതിൽ പ്രധാനികളായിട്ടുള്ള കസ്റ്റമേഴ്സ്. ഇനി നെറ്റ്വർക്ക് പവർ, ഒരു ടീം ബിൽഡ് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇനി ഈ നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്താ? ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എന്ന സ്ഥലത്താണ്. ഇവിടെ എൻ്റെ ഒരു ടീമിൽപ്പെട്ട ആള് തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയാൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. എന്നാലോ ട്രഡീഷണൽ ബിസിനസ് ആണെങ്കിൽ ഞാൻ കോഴിക്കോട് കൊടുവള്ളി വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ട്, അപ്പോ തിരുവനന്തപുരത്തുള്ള ഒരാൾ അവിടെ ജീവിച്ചിരിക്കുന്നു, അല്ലെ അവിടെ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയാൽ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിയാൽ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമാനം വരില്ല. അതുകൊണ്ടാണ് ഈ നെറ്റ്വർക്കിന്റെ പ്രത്യേകതയാണ്. ഇനി ഞാൻ മാത്രമല്ല, ഡയറക്ട് സെല്ലിങ്ങും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ബിസിനസിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത സ്കൂളുകളിൽ ഇന്ന് കോളേജുകളിൽ അല്ലെങ്കിൽ +1 +2 എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഈ +1 ഒരു കൊമേഴ്സ് ഗൈഡാണ് ഈ ഒരു പുസ്തകം. കൊമേഴ്സിന്റെ ബിസിനസിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ കൊമേഴ്സിന്റെ +1 ഒരു ഗൈഡാണ്. ഇതിൽ എന്താ പറയുന്നത്, ഇതിൽ സ്ഥിരം നല്ല വളരെ വ്യക്തമായിട്ട് ഈ ബിസിനസ് മീൻസ് ഇ കൊമേഴ്സ് ബിസിനസ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ഒക്കെ പോലെയുള്ള ഇ കൊമേഴ്സ്, അതൊക്കെ ഡയറക്ട് സെല്ലിങ്ങിന്റെ മറ്റൊരു പേരാണ്. ഈ ബിസിനസ്സുകളൊക്കെ പരമ്പരാഗത ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ആയിട്ട്, ഞാനിത് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് തന്നെ രൂപീകരണത്തിന്റെ എളുപ്പം. ഫസ്റ്റത്തെ പരമ്പരാഗത ബിസിനസ് എന്താ ബുദ്ധിമുട്ടുള്ളത്, എന്നാൽ ഈ ബിസിനസ്സോ ലളിതമായത്. ഇങ്ങനെ സ്ഥാനം ആവശ്യമില്ല, ഒന്നും ഭൗതിക സാന്നിധ്യം ആവശ്യമില്ല, സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് ഉയർന്നത്, ഇവിടെ കുറവ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനി അതേ പുസ്തകത്തിൽ തന്നെ ഈ ബിസിനസിന്റെ മെച്ചങ്ങൾ പറയുന്നുണ്ട്. അതായത് രൂപീകരിക്കാൻ എളുപ്പമാണ്, അതുപോലെ കുറഞ്ഞ നിക്ഷേപം, സൗകര്യപ്രദം, വേഗത, ആഗോളമായിട്ട് വ്യാപിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ്. ഇനി എന്താ പറയാ, കടലാസുരഹിത സമൂഹത്തിലുള്ള പ്രയാണം, അതായത് ഇനി വരാൻ പോകുന്ന കാലഘട്ടം, മുമ്പ് ഇതുവരെ പാസ്പോർട്ടിന്റെ കാലഘട്ടമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് പാസ്വേഡിന്റെ കാലഘട്ടമാണെന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഇനി എല്ലാം ഈ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് മാറുകയാണ്. 2030 കണക്കുകൾ പറയുന്നത് എല്ലാ വീട്ടിലും ഒരു വീട്ടിലെങ്കിലും ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുള്ള. ഇത് +1 കൊമേഴ്സ് ഗൈഡ് ആണ്, പേജ് നമ്പർ 115 116. ഇത് എന്റെ കയ്യിലുണ്ട്, ഈ ബുക്ക് എന്റെ കയ്യിലുണ്ട്. അപ്പോ ഇവിടെ ഡയറക്ട് സെല്ലിംഗ് എന്താണ്, MLM എന്താണ്, ഇതെന്താന്ന് ഞാൻ ചുരുക്കി ഒന്ന് പറയാം. അതായത് ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തിക്കുന്നു.
ആ പ്രോഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ അത് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ ഡയറക്ട് സെല്ലിംഗ് ലീഗൽ ആണോ? MLM എന്നുള്ളത് ഒരു എൻഡ്ലെസ് പോസിബിലിറ്റീസ് ആണ്. അതായത് ഇനി വളർന്നു വരുന്ന ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു അവസരമാണ് MLM അഥവാ ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ MLM എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും നെറ്റി ചോദിക്കാറുണ്ട്, MLM ലീഗൽ ആണോ? MLM പൂർണ്ണമായിട്ട് ലീഗൽ ആണോ? പക്ഷെ MLM തന്നെ പിരമിഡ് സ്കീം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ലീഗൽ അല്ല, ഇല്ലീഗൽ ആണ്. പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ പിരമിഡ് സ്കീമും സാധാരണ ജെനുവിൻ ആയിട്ടുള്ള MLM-ഉം, പിരമിഡ് സ്കീം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരാളെ ചേർത്ത് രണ്ടാളെ ചേർത്ത് അവിടുന്ന് ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരാൾ വന്ന് അതിന്റെ താഴെ രണ്ടാള്, ഇത് തന്നെയാണ് പിരമിഡ് സ്കീമിലും. പക്ഷെ പിരമിഡ് സ്കീമിലുള്ള ഒരു പ്രത്യേകതകൾ ഞാൻ കുറച്ച്, പിരമിഡ് സ്കീം എന്നുള്ളത് ഇല്ലീഗൽ ആണ്. ജെനുവിൻ ആയിട്ട് ചെയ്യുന്നത് MLM വേറെ, ജെനുവിൻ ആയിട്ടുള്ള MLM ഉണ്ട്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. പിരമിഡ് സ്കീം എന്താണ്? ഇല്ലീഗൽ സ്കാം ആണ്. അതായത് അത് പൂർണ്ണമായിട്ടും ജനങ്ങളെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഒരു പിരമിഡ് സ്കീം എന്നുള്ളത്. അത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക റിക്രൂട്ട്മെന്റില, ആളെ ചേർക്കുക എന്നുള്ളതില്ല. പ്രോഡക്റ്റ് ചിലപ്പോൾ അവർക്ക് ഉണ്ടായിക്കൊള്ളണം തന്നെ ഇല്ല. അവരുടെ മെയിൻ ആയിട്ട് ആളെ ചേർക്കുക, പണം ഉണ്ടാക്കുക എന്നുള്ള. ആളെ ചേർത്തത് കാരണമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, വരുമാനം കിട്ടുന്നതും. ഇപ്പൊ ഞാനൊരു 10 ആളെ ചേർത്തു, ആ 10 ആള് ചേർത്തതിന്റെ കാരണത്താൽ എനിക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഇല്ലീഗൽ അല്ലെങ്കിൽ പിരമിഡ് സ്കീമിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് മണി സർക്കുലേഷൻ. അവര് പണം കൊടുത്ത് പണം വാങ്ങുന്ന സിസ്റ്റം. നിങ്ങള് സാറേ, നിങ്ങൾ ഒരു 10,000 രൂപ മുടക്കിയാൽ മതി, എല്ലാ മാസവും 1000 രൂപ വെച്ച് നിങ്ങൾക്ക് തിരിച്ചു തരാം. ഇതൊക്കെ ഇല്ലീഗൽ ആണ്. കാരണം അത് മണി സർക്കുലേഷൻ ആണ്. ഇത് ഇവിടെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഇനി അതുപോലെ ആളുകളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾക്കും, അല്ലെങ്കിൽ എന്താ പറയാ, ലക്ഷങ്ങൾ മുടക്കിപ്പിച്ചിട്ട് പിന്നെ അതിന് തിരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ തിരിച്ച് റിട്ടേൺ ആയിട്ട്, അല്ലെങ്കിൽ ഒരു പിരമിഡ് സ്കീമിന്റെ രീതികളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. എന്നാലോ ജെനുവിൻ MLM എന്താണ്? ജെനുവിൻ ആയിട്ടുള്ള MLM അവര് അവര് ഇന്ന് ഇന്ത്യ പറഞ്ഞിട്ടുള്ള, അല്ലെ ഇന്ത്യ നിയമം പറഞ്ഞിട്ടുള്ള, ഡയറക്ട് സെല്ലിങ്ങിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനികളായിരിക്കും ഡയറക്ട് സെല്ലിങ്ങിൽ ജെനുവിൻ ആയിട്ടുള്ള MLM. മാത്രമല്ല വാല്യൂ ഡ്രൈവൺ പ്രോഡക്ട്സ്, അവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റിലാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ജെനുവിൻ MLM-ന്റെ പ്രത്യേകത. അവർക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സർവീസ് ആയിരിക്കും. പ്രൊഡക്റ്റോ സർവീസോ നിർബന്ധമാണ് MLM-ന്. എന്നാലോ അത് നല്ല, അതിലായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. എന്നാലോ സെയിൽസ് ബേസ്ഡ് കമ്മീഷൻ, എങ്ങനെയാണോ പ്രോഡക്റ്റ് ചെലവായത്, ആ പ്രോഡക്റ്റ് ചെലവായതിന്റെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, വരുമാനം കൊടുക്കുന്നത്. ഇതാണ് ജെനുവിൻ MLM. മൈ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പ്രോഡക്റ്റ് ചെലവായതിന്റെ പേരിലാണോ വരുമാനം കിട്ടുന്നത്, ആളെ ചേർത്തതിന്റെ പേരിലാണോ? പ്രോഡക്റ്റ് ചെലവായതിന്റെ പേരിലാണെങ്കിൽ അത് ജെനുവിൻ MLM ആണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഗ്രാഫാണ്. അതായത് പ്രൈമറി ഫോക്കസ് പിരമിഡ് സ്കീം, ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ഉള്ള സമയത്ത് ഒന്ന് നോക്കിയാൽ മതി. ഇത് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന പ്രോഡക്റ്റിലായിരിക്കും. സാധാരണ പിരമിഡ് സ്കീമുകൾ ഹൈ മാൻഡറ്ററി അപ്രോണ്ട് ഫീസ്, അതായത് കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നമ്മളെ ജോയിനിങ് ഫീസ് ഒക്കെ അവർ വാങ്ങിയിട്ട് വലിയ രീതിയിലുള്ള എമൗണ്ട്, അതുപോലെ വലിയ രീതിയിൽ അവർ ഏറ്റവും കൂടുതൽ മാൻഡറ്ററി ആയിട്ട് ഫീസ് വാങ്ങും. നമ്മുടെ ഇവിടെ ഫ്രീ എൻട്രി ആണ് ജെനുവിൻ ആയിട്ടുള്ള MLM-ല്. ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും അവർക്ക്, നമ്മുടെ ഇവിടെ പ്രീമിയം പ്രോഡക്റ്റുകളായിരിക്കും. അതുപോലെ അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുപോലെ ന്യൂ ജോയിനേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പുതിയ ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. പുതിയ ആളുകളെ ചേർക്കുന്നതിനനുസരിച്ചാണ് ഇവർക്ക് വരുമാനം. ഇപ്പുറത്തോ ജെനുവിൻ ആയിട്ടുള്ളത് കമ്മീഷൻ ഓൺ റീറ്റെയിൽ സെയിൽസ്, പ്രോഡക്റ്റ് ചെലവാകുന്നതിലുമാണ് ഇവർക്ക് ജെനുവിൻ ആയിട്ടുള്ള MLM. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഗ്രാഫ് ആക്കി വെച്ചതാണ്. ഏതായാലും ഇങ്ങനെ ഏറ്റവും കൂടുതൽ വലിയ രീതിയിൽ വളർച്ച നിരക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ, MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു കമ്പനിയാണ് നമ്മുടെ കമ്പനി. ഇനി എന്താണ് ഈ കമ്പനി, ഈ ഡയറക്ട് സെല്ലിംഗ് ലീഗൽ ആണോ എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ, നമുക്ക് ഗൂഗിളില് 100% ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല, അത് ശരിയാണ്. പക്ഷെ ഗൂഗിളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡയറക്ട് സെല്ലിംഗ് ഈസ് ലീഗൽ ഇൻ ഇന്ത്യ. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താണ് എന്റെ ഭാഷയിൽ. അപ്പൊ അവിടെ പറയുന്നത് എന്താ, യെസ്, ഡയറക്ട് സെല്ലിംഗ് ഈസ് ലീഗൽ ഇൻ ഇന്ത്യ. ഇത് ഡയറക്ട് സെല്ലിംഗ് 2021 റൂള് പ്രകാരം നല്ല രീതിയിൽ, അതായത് നമുക്ക് ഇന്ത്യയിൽ ലീഗൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്. ഇനി
നമ്മൾ ഏത് ഡയറക്ട് സെല്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്? MI ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയാണ്. ആ കമ്പനിയോ MI ലൈഫ് സ്റ്റൈൽ ലീഗൽ ഇൻ ഇന്ത്യ? Yes, MI Lifestyle Marketing Global Private Limited is legally registered and allowed to operate in India. നമുക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഗൽ ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് MI Lifestyle എന്നുള്ളത്. ഇത് ഞാൻ തെളിവായിട്ടൊന്നും വെക്കുകയല്ല. ഇത് ജസ്റ്റ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ, ഞാൻ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടി. കാരണം ഒരാളോട് നമ്മൾ ഈ ബിസിനസിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചോ പറയുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് ഗൂഗിളും ChatGPT ആണ് എല്ലാവരും ആശ്രയിച്ചിരുന്നത്. അപ്പോൾ ഒരാൾ ChatGPT ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ മറുപടി എന്നുള്ളതാ. ഇനി പ്രോഡക്റ്റ് ആർ സേഫ്, പ്രോഡക്റ്റ് സേഫ് ആണോ? കാരണം നമ്മൾ 2-3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ മേഖല ലീഗൽ ആണോ? രണ്ടാമത്തേത്, പ്രോഡക്റ്റ് സേഫ് ആണോ? നമ്മൾ കൊടുത്തിട്ട് നാളെ ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്വം നമുക്ക് ഏൽക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് സേഫ് ആണോ എന്നുള്ളതാ. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അതായത് മൈലേസ്റ്റേന്റെ പ്രോഡക്റ്റ് കഴിച്ചിട്ട് ആർക്കെങ്കിലും എവിടെയെങ്കിലും സൈഡ് എഫക്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ഗൂഗിളിൽ നോക്കി. അപ്പൊ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഇന്ന് ക്ലിനിക്കലായിട്ട് എവിടെയും ഒഫീഷ്യലായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈഡ് എഫക്റ്റുകൾ. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചതാണ്. ഇനി ഈ പ്രോഡക്റ്റുകൾക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണം, അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമ്മുടെ ആയുഷ് പ്രീമിയം മാർക്ക്. ഇന്ന് ഏകദേശം 30ഓളം പ്രോഡക്റ്റുകൾക്ക് ആയുഷ് പ്രീമിയം മാർക്ക് നമ്മുടെ കമ്പനിയിൽ പ്രോഡക്റ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആയുഷ് പ്രീമിയം മാർക്ക്? ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ ഇന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉൽപ്പന്നം എന്ന് പറയുന്നതാണ് ആയുഷ് പ്രീമിയം മാർക്ക്. ചുരുക്കി പറഞ്ഞാൽ, അതായത് സൈഡ് എഫക്റ്റ് ഉള്ള ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കലും ഇതിൽ അടങ്ങാൻ പാടില്ല, 100% ആയുർവേദിക് ആയിരിക്കണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങളുള്ള സ്ട്രിക്ട്ലി ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആയുഷ് പ്രീമിയം മാർക്ക്. ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ സാധാരണ എന്താ പറയാ, ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓരോ ബാച്ചിലുമാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. അടുത്ത ബാച്ചിൽ സെയിം ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അതുപോലെ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആയുഷ് എന്നുള്ളത്. ഇത് ആരെങ്കിലും കൊടുക്കുന്നതല്ല, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ആയുഷ് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇത് നമ്മുടെ പ്രോഡക്റ്റുകൾക്കുണ്ടെങ്കിൽ ഇതിന് സൈഡ് എഫക്റ്റുകൾ വരില്ല എന്നുള്ളത് മറ്റൊരു ചെറിയ തെളിവാണ്. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുന്നത്തെ ഉമർ സാറെ ബിസിനസ് പോലെയാണ്. ഒരു ഭാഗത്ത് 5,26,00,000, ഒരു ഭാഗത്ത് 6,57,00,000, ഏകദേശം 11 കോടിക്ക് മുകളിൽ ബിസിനസ് വോള്യം എന്ത് ചെയ്തിട്ടുണ്ട്? 11-12 കോടിക്ക് അടുത്ത് ബിസിനസ് വോള്യം ഉമർ സാറ് ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് വെറും ബിസിനസ് വോള്യം ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 11 കോടി ബിസിനസ് വോള്യം എന്ന് പറഞ്ഞാൽ ഏകദേശം എന്തായാലും ഒരു 15 കോടിയുടെ അടുത്ത് രൂപയുടെ കച്ചവടം ഉമർ സാറുടെ ടീമിൽ നടന്നിട്ടുണ്ട്. അപ്പോ 15 കോടി രൂപയുടെ പ്രോഡക്റ്റ് ചെലവായിട്ടും ഇന്നേ വരെ ഒരു സൈഡ് എഫക്റ്റും സംഭവിക്കാത്തത് കൊണ്ടാണ് ഉമർ സാർ ഇന്ന് വീട്ടിൽ ഇരിക്കുന്നത്. അല്ലെങ്കിലോ ജയിലിൽ പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ പ്രോഡക്റ്റ് സേഫ് ആണ് എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ 3 കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്ട്രെങ്ത് ഓഫ് MI ലൈഫ്സ്റ്റൈൽ. MI ലൈഫ്സ്റ്റൈലിന്റെ പ്രധാനപ്പെട്ട കുറച്ച് സ്ട്രെങ്ത് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ കമ്പനിയുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു സവിശേഷതകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇന്ന് ഏകദേശം 12 വർഷത്തെ വിജയിച്ച, അതായത് ലക്ഷക്കണക്കിന് ലക്ഷാധിപതികളെയും കോടീശ്വരന്മാരെയും നിർമ്മിച്ച ഒരു കമ്പനി ഇന്ന് വരെ വളരെ നല്ല രീതിയിൽ 1 രൂപ പോലും ഒരാഴ്ച പോലും ഒരാൾക്കും വരുമാനം നിലക്കാതെ നല്ല രീതിയിൽ വരുമാനം കൊടുത്തുകൊണ്ട് നല്ല എന്താ പറയാ, നമുക്കൊക്കെ എനർജി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ എന്നുള്ളത്. ഏകദേശം 12 വർഷത്തിന് മുകളിലായി 13ാമത്തെ വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമിനേഷൻ ഫെസിലിറ്റി കമ്പനി കൊടുക്കുന്നു എന്ന് നമ്മൾ പറയപ്പെട്ടിരുന്നു. ഏകദേശം 2700-ൽ കൂടുതൽ കുടുംബങ്ങൾ ഇന്ന് നോമിനേഷൻ ഫെസിലിറ്റിയിൽ നിന്ന് വരുമാനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കമ്പനിയിൽ. 2700-ൽ കൂടുതൽ ആളുകൾ. അപ്പോ ഇവിടെ മറ്റൊരു പ്രത്യേകത, ഇന്ന് ഏകദേശം FDSA മെമ്പർഷിപ്പ് ഉണ്ട് എന്നല്ല. ഇത് ഒരു പ്രധാന പ്രത്യേകതയാണ്. കാരണം FDSA പോലെയുള്ള ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് പോലെയുള്ള അസോസിയേഷനിൽ മെമ്പർഷിപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കമ്പനികൾ അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള പ്രോഡക്റ്റുകളും ഗുണനിലവാരമുള്ള എന്താ പറയാ, മറ്റുള്ള മണി ചെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിരമിഡ് സ്കീമൊക്കെ ഉള്ള കമ്പനികൾക്കൊന്നും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അസോസിയേറ്റ് കിട്ടത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇതിന് ഡയറക്ട് സെല്ലിങ്ങിനായിട്ടുള്ള ഒരു ഫെഡറേഷൻ ആണ്. അപ്പൊ അവര് നല്ല കമ്പനികൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു തെളിവാണ്. അതുപോലെ ഫിക്കി പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികൾ മെമ്പർഷിപ്പ് ഉണ്ട്. എങ്ങനെ? മിനിമം
ഞാൻ മനസ്സിലാക്കിയിടത്തോളം 500 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഇതിൽ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്നുള്ള. അപ്പൊ വലിയ വലിയ കമ്പനികളുമായിട്ടൊക്കെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ. ഇനി നമ്മുടെ പ്രോഡക്റ്റുകളുടെ ബ്രാൻഡ്, അതിലൊരു പ്രധാനപ്പെട്ട ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ് എന്നുള്ളത്. അതിന് ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയ ബ്രാൻഡാണ് 3 വർഷത്തോളം. നമ്മൾ കൊടുക്കുന്നതല്ല, 20,000-ഓളം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്ന് നേരിട്ടെടുക്കുന്ന റിവ്യൂ വഴിയാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യയും എക്കണോമിക് ടൈംസും ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു അവാർഡിന്റെ പ്രത്യേകത. അപ്പൊ എത്രയും വലിയൊരു അവാർഡ് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക്, നമ്മുടെ ബ്രാൻഡിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ പിന്നെന്ത്. അപ്പോ നമ്മുടെ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ആയുഷ് പ്രീമിയം മാർക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു വിശദീകരിച്ചു. അതുകൊണ്ട് ആയുഷ് പ്രീമിയം മാർക്കുള്ള, ഇന്ന് ഏറ്റവും കൂടുതൽ ആയുഷ് പ്രീമിയം മാർക്ക് ഉള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ എന്നുള്ളതാ. ഇനിയോ 14,500-ഓളം 500-ൽ കൂടുതൽ ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുള്ള കമ്പനിയാണ് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ എന്നുള്ള. ഇതൊക്കെ AI ജനറേറ്റർ ഫോട്ടോസ് ആണ്. അപ്പോ അത്രക്കും ആളുകളെ ഇന്ന് യാത്ര അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ കാണാൻ വേണ്ടി, അതും ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരം കമ്പനി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത. അതുപോലെ 100-ൽ കൂടുതൽ 150-ഓളം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ, ഇപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് HLO എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് പുതിയ പ്രോഡക്റ്റുകൾ, കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി 2030-ഓടെ 1000-ഓളം പ്രോഡക്റ്റുകൾ വരുമെന്നാണ് നമ്മുടെ MD പ്രവീൺ ചന്ദ്രൻ സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രക്ക് വലിയൊരു വരുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ് നമ്മുടെ എം ഐ ലൈഫ് സ്റ്റൈൽ എന്നുള്ള. 40,000-ഓളം ആളുകൾ സ്കിൽ ഇന്ത്യ എക്സാം പാസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത്രക്കും ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണ്. ഇനി ഏകദേശം ഹാർവസ്റ്റ് സക്സസ് അക്കാദമിയിൽ നിന്ന് 2.5 മില്യൺ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് നമുക്കുണ്ട് എന്നുള്ള. ഇനി 900-ൽ കൂടുതൽ പിക്കപ്പ് സെന്റേഴ്സുകൾ ഇന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇനി ഓരോ ചെറിയ ചെറിയ പോക്കറ്റുകളിൽ പോലും ഈ ഒരു PUC അല്ലെങ്കിൽ നമ്മുടെ പിക്കപ്പ് സെന്ററുകൾ വന്നു തുടങ്ങും എന്നുള്ളതാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. ഇനി 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ റാങ്ക് ഹോൾഡേഴ്സ് അഥവാ TC അബോ ലീഡേഴ്സ് 1.5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ഈ ഒരു എം ഐ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത. അതിൽ തന്നെ 1,500-ൽ കൂടുതൽ ആളുകൾ ആഴ്ചയിൽ 2,10,000 വാങ്ങിയ ആളുകളാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്രയോ ആളുകളെ ലക്ഷപ്രഭു ആക്കിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി വളർന്നു വരുന്നത് എന്നുള്ളതിനൊരു തെളിവാണിത്. ഇനി കേരള സർക്കാർ ജോലി കൊടുക്കുന്ന ആളുകൾ 5,45,423 ആളുകളാണ് ഇന്ന് കേരള സർക്കാർ ജോലി കൊടുക്കുന്നത്. ഞാനിത് എം ഐ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പവർ വ്യക്തമാക്കാൻ വേണ്ടി ഞാനിത് ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് കിട്ടിയ ഒരു കണക്കാണ്. അപ്പോ ഇത് ഏകദേശം ഒരാഴ്ച മുന്നേ കിട്ടിയ ഒരു കണക്കാണ്. എന്നാലോ ഇന്ത്യ ഗവൺമെന്റോ ഏകദേശം 48,67,000 ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോ മൈ ലൈഫ് സ്റ്റൈൽ എത്ര ആളുകൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്? ഏകദേശം 60 ലക്ഷത്തിൽ കൂടുതൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ID ഹോൾഡേഴ്സ് നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകത. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ജോലി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ജോലിയല്ല ബിസിനസ് അവസരം കൊടുത്തുകൊണ്ട് ലക്ഷപ്രഭുക്കളാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനി തയ്യാറാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇനി 1,500 കോടിക്ക് മുകളിൽ വർഷത്തിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനിയാണ് എം ഐ ലൈഫ് സ്റ്റൈൽ എന്നുള്ള. ഇതൊക്കെ മൈ ലൈഫ് സ്റ്റൈലിന്റെ പ്രത്യേകതകളിൽ ചിലത് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇറ്റ്സ് എം ഐ ലൈഫ് സ്റ്റൈൽ, ഇറ്റ്സ് മൈ സ്റ്റൈൽ, അത് എം ഐ ലൈഫ് സ്റ്റൈൽ ആണ്. അപ്പോൾ ഇവിടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഡയറക്ട് സെല്ലിങ്, അതുപോലെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ടും എം ഐ ലൈഫ് സ്റ്റൈലിന്റെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. ഇവിടെ ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, ഒരു ലീഡർ എന്തായിരിക്കണം, ആരായിരിക്കണം ഒരു ലീഡർ എന്നുള്ളതാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ടീമിൽ വന്ന ഒരാളിലും നമ്മൾ എന്ത് ചെയ്യരുത്, പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ള. കാരണം നമ്മുടെ ടീമിൽ ചിലപ്പോൾ സാധുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതുപോലെ ചില ആളുകൾ ആക്റ്റീവ് ആയിരിക്കൂല. പക്ഷെ അവരിൽ ഒന്നും പ്രതീക്ഷ കൈവിടരുത്. ചില ആളുകൾ ഐഡിയ എടുത്തിട്ട് 1 വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, ഉറങ്ങുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരിലൊന്നും പ്രതീക്ഷ കൈവിടാതെ നമ്മൾ അവരെ കൂടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള. അതുപോലെ തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുന്നവനാവുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് അവിടെ ചാടിക്കയറി ഒച്ചപ്പാടുണ്ടാക്കുക എന്നുള്ളത് ഉപരി അവിടെ തെറ്റ് ചെയ്ത ആളുകൾക്ക് അവിടെ മാപ്പ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഭാഗത്താണ് തെറ്റുണ്ടെങ്കിൽ പോലും നമ്മൾ അത് സമ്മതിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക,
തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ള. ഇനി പോസിറ്റീവ് മൈൻഡ് ഉള്ള ഒരാളായി മാറുക. എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ആളുകളുടെ ചില ആളുകള് എന്ത് കണ്ടാലും നെഗറ്റീവ് ആയിരിക്കും. ഒരു ഗ്ലാസ്സിൽ ഒരു ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ട്. എന്നാലോ ചില ആളുകൾ അതിനെ കാണുന്ന ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പകുതി മാത്രമേ വെള്ളമുള്ളൂ എന്നുള്ളതാ. എന്നാൽ ചില ആളുകൾ കാണുകയെ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളം ഉണ്ടല്ലോ എന്നുള്ളതാ. അപ്പൊ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. അതിനെ എല്ലാം പോസിറ്റീവായിട്ട് മാറ്റുക എന്നുള്ള. ഇനി എപ്പോഴും പുഞ്ചിരിക്കുന്നവരാവുക. അതിന് ഉദാഹരണമായിട്ട് എൻ്റെ അനിയൻ ഉവൈസ് സാറ് എപ്പോഴും പുഞ്ചിരിയാണ്, ആരെ കണ്ടാലും ചിരിക്കും. ആ ഒരു ചിരി നമ്മുടെ നമുക്ക് അതായത് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് പുഞ്ചിരി സുന്നത്താണെന്ന് ഇസ്ലാം പോലും പഠിപ്പിച്ചുള്ളൂ. അപ്പൊ അവിടെ നമ്മള് എപ്പോഴും പുഞ്ചിരിക്കുന്നവനാവുക, ആരോടും ചിരിക്കുക. ചില ആളുകളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കൊരു ദേഷ്യം വരും. കാരണം ഗൗരവത്തിൽ പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്, അവിടെ നിന്ന് മാറിയിട്ട് പുഞ്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. പുഞ്ചിരി ആയുസ്സിനെ വർദ്ധിപ്പിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ചില ആളുകളെ മാത്രം പരിഗണിച്ച് ചില ആളുകളെ മാത്രം ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ. അതായത് എല്ലാവരെയും ഒന്നും പരിഗണിക്കാതെ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ മെച്ചപ്പെട്ട ആളുകളൊക്കെ പരിഗണിക്കും, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ ഒരു ക്യാരക്ടറൊക്കെ നല്ല ക്യാരക്ടറുള്ള ആളുകളെ പരിഗണിച്ച് മറ്റുള്ളവർ പരിഗണിക്കാതിരിക്കരുത്. എല്ലാരെയും പരിഗണിച്ച് ഒപ്പം കൊണ്ട് നടക്കുക. എല്ലാവരോടും ഭംഗിവാക്ക് മാത്രം പറയുക. നമ്മളൊരു ലീഡർ ആണെങ്കിൽ നമ്മളെ സംസാരത്തില് ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ബെല്ലി സാറ് സംസാരം കേട്ടിട്ടുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, വേറെന്തോ ചാരിയാൽ വേറെന്തോ മണക്കും. അവിടെ മറ്റൊരു വേർഡ് നമ്മുടെ ബെല്ലി സാർക്ക് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, അവിടെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഭംഗിവാക്ക് മാത്രം പറയുക എന്ന് ലീഡേഴ്സിന്റെ അവരുടെ ട്രെയിനിങ്ങിൽ അവര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഭാഗമാണിത്. ഇനി എന്റെ ലീഡർ എന്റെ സ്വന്തമാണെന്ന് ടീമിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കണം. അവിടെ എന്റെ ടീമിൽ അതായത് ആ ലീഡർക്ക് എല്ലാവർക്കും നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഇനി ഒരാളെ അതായത് നമ്മൾ ഒരു അവസ്ഥ പെരുമാറുന്ന സമയത്ത് അവിടെ ആളെ നോക്കിയിട്ട് അവസ്ഥ നോക്കി സമയം നോക്കി അളവ് നോക്കി സംസാരിക്കുന്നവരാണ്. ചില ആളുകളോട് ചിലപ്പോൾ നമ്മൾ കയർത്ത് അവരുടെ സിറ്റുവേഷൻ നോക്കിയിട്ട് അവർ ചിലപ്പോൾ സമയമില്ലാത്തൊരു സമയത്തായിരിക്കും നമ്മൾ പോയി കയറി ചെല്ലുന്നത്. അപ്പൊ അവരുടെ സിറ്റുവേഷൻ സമയമില്ലാത്ത സമയമാണ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി സംസാരിക്കണം ഓരോ അവസ്ഥയും. കാരണം മൂപ്പര് ചില സമയത്ത് നമ്മൾ ഒരാളെ ഒരു കസ്റ്റമറെ വിളിക്കുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ ചിലപ്പോൾ എന്തെങ്കിലും മരണോ അല്ലെങ്കിൽ വേറെന്തോ വീട്ടിലുള്ള ഭാര്യയായിട്ടുള്ള പ്രശ്നമോ ആ പ്രശ്നത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വിളിച്ചിട്ട് ബിസിനസ് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടി കിട്ടും. അപ്പൊ അതുകൊണ്ട് ആളെ നോക്കി അവസ്ഥ നോക്കി സമയം നോക്കി അളവ് നോക്കി സംസാരിക്കുന്നവരാകുക. ഇതൊക്കെ ലീഡർ ചെയ്യേണ്ടതാണ്. ഡോണ്ട് സ്പീക്ക് വെൻ യു ഹാവ് ആംഗ്രി. അതായത് നിങ്ങൾ ആംഗ്രി അഥവാ ദേഷ്യം വരുന്ന അവസരത്തിൽ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ പലതും നമ്മുടെ സംസാരത്തിൽ നിന്ന് വരും, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന പലതും വരുന്ന ഒരു അവസ്ഥ വരും. ഇനി ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ അപ്ലൈ ലീഡറോട് അന്വേഷിച്ച് അവരോട് തീരുമാനമെടുത്തതിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള. കാരണം ചില കാര്യങ്ങൾ ലീഡേഴ്സ് ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ഐഡിയ വന്നു, ഈ ബിസിനസ്സിനെ വളർത്താനുള്ള ഒരു ഐഡിയ. ആ ഐഡിയ നമ്മൾ അപ്ലൈനോട് ചോദിച്ചിട്ട് അവർ ഓക്കെ സമ്മതം പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത് എന്ത് ചെയ്യുക, നമ്മളത് ഈ ബിസിനസ്സിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. കാരണം എന്താ, ചിലപ്പോൾ അത് ഓൾറെഡി ലീഡേഴ്സ് പയറ്റിയിട്ട് ആ ഐഡിയ ചെയ്തിട്ട് വർക്കൗട്ട് ആവാത്ത ഐഡിയ ആയിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതില്. അപ്പൊ എന്തുണ്ടെങ്കിലും ലീഡേഴ്സിനോട് കൊണ്ടുവന്ന ആളോട് എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും മറ്റുള്ള ഒരു ടീമിൽ ഗസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ലീഡേഴ്സിനോട് സമ്മതം ചോദിച്ചു അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മാത്രം പോവുക. അത് ഗുരുത്വത്തിന്റെയും ഒരു ഭാഗമാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ നെഗറ്റീവുകള് മുകളിലുള്ള ലീഡേഴ്സിനോട് മാത്രം പറയാ. കമ്പനി പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഇനി അല്ല മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് എന്റെ ടീമിൽപ്പെട്ട ഒരാള് എന്നോടോ അല്ലെങ്കിൽ എന്റെ അപ്ലൈ ലീഡേഴ്സിനോടോ പറയാ. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, ടീമിലുള്ള ആളുകളോട് പുതിയ ആളുകളോട് ഈ ബിസിനസ്സിനെ അല്ല ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത് എന്നുള്ള. അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം ഡൗൺലൈൻസ് ആയിട്ടുള്ള ആളുകൾ ഇതിൽ നിന്ന് പലതും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ ലീഡറാണ്, എനിക്കിതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്ക് ഓർമ്മയുണ്ടാവും എന്ന ചിന്ത നല്ലതല്ല. ഒരു മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പല ആളുകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഞാനടക്കം ചിലപ്പോൾ ബെല്ലി സാറ് മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഡയറിയും പെന്നും എടുത്തിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ സമയത്ത് ഞാനടക്കം ചില ആളുകൾ എന്ത് ചെയ്യും, ഡയറിയും പെന്നൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് എനിക്കെല്ലാം ഓർമ്മ ഉണ്ടാവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും ഇരിക്കുന്ന ആളുകള്, ഞാൻ എന്നുള്ളൊരു ഭാവമുള്ള ആളുകൾ ഉണ്ടാവും.
ആ ഭാവമുള്ള ആളുകൾക്കൊന്നും ഒരു ലീഡർ ആവാൻ ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിജയിക്കുന്നത് വിജയിച്ചവരോടൊപ്പം കൂടുമ്പോഴാണ്, പരാജയപ്പെടുന്നത് പരാജിതരുടെ കൂടെ കൂടുമ്പോഴാണ്. നമ്മൾ ആരുടെ കൂടെയാണോ ഇന്ന് മൈലേജ് സെൽ ചെയ്യുന്നത്, വിജയിച്ചവരുടെ കൂടെയാണ്. അവരുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. നെഗറ്റീവ് പറയുന്ന ആളുകളുടെ കൂടെ അവരെ മാറ്റി അവരെ കൂടെ കൂടാതിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള വിജയിച്ച ആളുകളുടെ കൂടെ കൂടുക എന്നുള്ളതാ. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ബിസിനസ്സിലെ പണമല്ല ഇൻവെസ്റ്റ്മെന്റ്, മറിച്ച് ആളുകളെയും സമയവുമാണ് ഇതിൽ കൂട്ടിച്ചേർക്കാൻ ഒന്നാണ്. ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇവിടെ നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അല്ലാതെ കുറെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ സമയം ഈ ബിസിനസ്സിന് വേണ്ടി മൈലേജ് സ്റ്റൈലിൽ ഒന്നാമനായി കണ്ടാൽ, ഒന്നാം സ്ഥാനം മൈലേജ് സ്റ്റൈലിന് കൊടുത്താൽ മൈലേജ് സ്റ്റൈലിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കിട്ടുന്നില്ല. നമ്മൾ മൈലേജ് സ്റ്റൈലിൽ ഉണ്ട് എന്ന് പറയുന്നതിലുപരി മൈലേജ് സ്റ്റൈൽ നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറണം. കാരണം നമ്മള് മൈലേജ് സ്റ്റൈൽ ഉള്ളതല്ല, മൈലേജ് സ്റ്റൈലിൽ നമ്മൾ ഉള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് മൈലേജ് സ്റ്റൈൽ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ നേടാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു സംഭവം. ഇനി ഞാൻ പറഞ്ഞത് ചുരുക്കി ഒന്ന് പറയാ, എന്തുകൊണ്ട് ഞാൻ മൈലേജ് സ്റ്റൈൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു എന്താ പറയാ, ഇൻഡസ്ട്രിയിൽ വന്ന മാറ്റങ്ങൾ, AI വന്ന മാറ്റങ്ങൾ, ഇനി നമുക്ക് വിജയിക്കാനുള്ള ഒരു വഴി ഞാൻ കാണിച്ചു തന്നു. ആ വഴിയിൽ ട്രഡീഷണലും ഡയറക്ട് സെല്ലിങ്ങും ഉണ്ട്. അതിൽ ഏതാണ് നല്ലതെന്നും നമ്മൾ ട്രഡീഷണലിലുള്ള റിസ്കും കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കി. ഇനി എന്താണ് പിരമിഡ് സ്കീം, എന്താണ് ജെനുവിൻ MLM എന്നുള്ളത് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ MLM ലീഗൽ ആണോ, അതുപോലെ പ്രൊഡക്റ്റ് സേഫ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കമ്പനിയുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ളതും ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. ഇനി ഹൂ ഷുഡ് ബി എ ലീഡർ, ആരായിരിക്കണം ഒരു ലീഡർ എന്നുള്ളതും ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. ഇവിടെ ചോയ്സ് നിങ്ങളുടേതാണ്, തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇവിടെ ഞാൻ ഈ ഒരു അവസരം എനിക്ക് സമ്മാനിച്ചതിൽ ഞാൻ ഷുഹൈബ് സാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചുരുങ്ങിയ സമയം മാത്രമായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വെട്ടി ചുരുക്കി പറഞ്ഞിട്ടുണ്ടാവാം, ചില കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമ ചോദിക്കുക. കാരണം എന്തെങ്കിലും തെറ്റുകൾ, അപാകതകൾ എന്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിഷമമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്റെ ഭാഗത്ത് സംസാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഒരു DTC റാങ്കിലുള്ള ഒരു എന്താ പറയാ, ഒരു ചെറിയ ഈ ബിസിനസ് അവസരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ എന്നോട് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഈ ഒരു മീറ്റിംഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങൾ ഈ ബിസിനസ് അവസരം അല്ലെങ്കിൽ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു രാവിലെ ഇപ്പോഴത്തെ ഈ ഒരു മീറ്റിംഗ് ഉപകാരം അല്ലെങ്കിൽ പിന്നെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു എന്ന് പറയുന്നതിലുപരി, ആ മീറ്റിംഗിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയി ജീവിതത്തിൽ സക്സസ് ആവുന്ന ഒരാളായിട്ട് നമ്മളെല്ലാവരും മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമയം വൈകിയത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ, എൻ്റെ പേര് സദക്കത്തുള്ള എന്നാണ്. ഞാൻ ഉമർ സാർ, CTC ലീഡർ ഉമർ സാറുടെ മകനാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട് എനിക്ക് ഒരു അവസരം തന്നതിൽ. ഒരുപാട് നന്ദി അറിയിക്കാണ്. ഏതായാലും എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ.